ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. റെക്സ് എന്നും രാജു എന്നും രാജനെന്നും പേരുള്ളവരെയും ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ക്രിസ്തുരാജൻ്റെ തിരുനാൾ സന്ദേശം ചെറിയൊരു അനുഭവത്തിൽ തുടങ്ങാം. വർഷങ്ങൾക്ക് മുൻപ് മുണ്ടഞ്ചേരി അച്ഛനോടൊപ്പം തിരുവനന്തപുരം വെട്ടുകാട് ക്രിസ്തുരാജൻ്റെ ദേവാലയത്തിൽ 5 ദിവസം നീണ്ട ബൈബിൾ കൺവെൻഷൻ നടന്ന് OC അച്ഛനും മുണ്ടഞ്ചേരി അച്ഛനും മറ്റു സഹോദരങ്ങളും ഞങ്ങൾ ഒരുമിച്ച് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയാണ്. നമുക്കറിയാം, എറണാകുളത്തേക്കുള്ള വണ്ടിയിൽ എല്ലാ വിദ്യാസമ്പന്നരായിട്ടുള്ള വ്യക്തികളാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സഭാവസ്ത്രത്തിൽ തന്നെയായിരുന്നു. ഞങ്ങളുടെ കൂടെ കാഷായ വേഷം ധരിച്ച കാലടി സ്വദേശിയായൊരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ വാചാലമാണ്. എല്ലാവരും വളരെ കൗതുകത്തോടെ കാതുകൂർപ്പിച്ചെല്ലാം കേൾക്കും. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇന്ത്യ മതേതര രാഷ്ട്രമാണ്, ഒരുപാട് മതങ്ങളുണ്ട്, ആ മതത്തിന് തത്വമുണ്ട്, അതിന് പ്രവൃത്തിയുണ്ട്, അതിന് പഠനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കാരണവന്മാർ കയറി മുറത്തിക്കയറി കൊത്തിയെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഒരു നമ്പർ ഇട്ടു. എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ദൈവ സായുജ്യമല്ലേ, പിന്നെ ക്രിസ്തുവിന് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? ഞാൻ പല ക്രിസ്ത്യാനികളോടും ചോദിച്ചു. എനിക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി ആരും പറഞ്ഞില്ല. അച്ഛന്മാർക്ക് പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നാണക്കേടും മാനക്കേടുമാണ്. എല്ലാവരും യേശയ്യായുടെ പുസ്തകം അടച്ചു വെച്ച് യേശുവിലേക്ക് ജനം നോക്കിയതുപോലെ കമ്പാർട്ട്മെൻറ്റില്ല, എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റായി ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കണേ. കൂട്ടത്തിലെ ഇളയവനാണ് ഞാൻ. ദൈവത്തിൻ്റെ അനുഗ്രഹം. എനിക്ക് ബൈബിൾ കൺവെൻഷന് ലഭിച്ച വിഷയം ക്രിസ്തു എനിക്ക് ആരാണ് എന്നുള്ള വിഷയമായതുകൊണ്ട് എനിക്ക് വളരെ ആധികാരികമായിട്ട് പറയാനുള്ള ആശയം എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ പറഞ്ഞു, സ്നേഹിത, താങ്കളുടെ ചോദ്യം വളരെ നന്നായിരിക്കുന്നു. ഒരുപാട് മതങ്ങളുണ്ട്, മത നേതാക്കന്മാരുണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ ഒരു വ്യക്തിയും പറയാത്ത കാര്യം ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും കുറുക്കി 10 പ്രമാണങ്ങൾ മുഴുവനും കുറുക്കി യേശു പഠിപ്പിച്ചതെല്ലാം സമാഹരിച്ച് ക്രോഡീകരിച്ച് ഒറ്റ വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: ദിസ് ഈസ് മൈ കമാൻഡ്മെൻറ്റ്, ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് എനിക്ക് ഹസ്തദാനം നൽകി. അച്ഛാ, ഒത്തിരി നന്ദി. ഇതുവരെയും ഇതുപോലൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ കൂട്ടിച്ചേർന്നു, സ്നേഹിത, താൻ പറഞ്ഞതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്കൾ പറഞ്ഞല്ലോ, എല്ലാ മതങ്ങൾക്കും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു ഫിലോസഫിയുണ്ട്, ആക്ഷനുണ്ട്, ടീച്ചിങ് ഉണ്ട്. എന്നാൽ ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ, എല്ലാ മതങ്ങൾക്കും ഉണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തനാണ് കർത്താവായ യേശു. മറ്റ് മതങ്ങളുടെ ഫിലോസഫി എന്താണ്? നമുക്ക് ചാർവാകാസ് എടുക്കാം, എപ്പിക്യൂറിയൻസ് എടുക്കാം. അവരുടെ ഫിലോസഫി എന്താണ്? ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ടുമാറോ ഈസ് നോട്ട് അവേഴ്സ്. തിന്നുകുടിച്ചു മതിക്കുക, നാളെ നമ്മുടേതല്ല. അതാണ് അവരുടെ ഫിലോസഫി. പക്ഷെ കർത്താവിൻ്റെ ഫിലോസഫി എന്താ? അത് ബൈബിളിലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വചനത്തിൽ എഴുതിയിട്ടുണ്ട്. മാത്സര്യം മൂലമോ വിഭാഗീയ ചിന്താഗതി മൂലമോ ഒന്നും ചെയ്യരുത്, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് അംഗീകരിക്കുക. ഇതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇനി പ്രവൃത്തി എന്താണ്? പ്രവൃത്തി അത് വളരെ മനോഹരമായിട്ട്, ലോകത്തിൻ്റെ പ്രവൃത്തി എന്താണ്? വിപ്ലവമാണ്, അല്ലെങ്കിൽ അഹിംസയാണ്, പല രീതിയിലുള്ളതാണ്, അല്ലെ സമരമാണ്, പല രീതിയിലാണ്, അല്ലെങ്കിൽ അക്രമമാണ്. ഇതൊക്കെയല്ലേ പ്രവൃത്തി? വിപ്ലവം അഴിച്ചുവിടുക, ഇതൊക്കെയല്ലേ പ്രവൃത്തി? പക്ഷേ യേശുവിൻ്റെ പ്രവൃത്തി എന്താണ്? ലൂക്ക 6:31 ക്രിസ്തുരാജൻ്റെ പ്രവൃത്തി എന്താണ്? മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം പ്രവർത്തിക്കുവിൻ. കൈ കഴുകുന്ന അധികാരമല്ല, കാല് കഴുകുന്ന അധികാരമാണ് ഈശോ. ഇനി പഠനം നോക്കിയ വ്യത്യസ്തമായൊരു പഠനമല്ലേ. കാൾ മാർക്സ് എന്താണ് പറഞ്ഞത്? എരിയുന്ന വെയിലത്ത് പൊരിയുന്ന വയറുമായി ജോലി ചെയ്യുന്നവർ എന്താ പറയുക? നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളൊരു പുതിയ ലോകം എന്ന് പറഞ്ഞു. സർവ്വരാഷ്ട്ര തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. വിപ്ലവമല്ലേ പഠനം. ഇനി റൂസോ എന്താ പറഞ്ഞു? ഫ്രട്ടേണിറ്റി, ഇക്വാളിറ്റി, ലിബർട്ടി.
ഇതൊന്നുമല്ല ഈശോ പറഞ്ഞത്. മത്തായി 16:24 തന്നെ അനുഗമിച്ചവരോട് ഈശോ എന്ന് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുധാവനം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുരാജൻ്റെ തിരുനാളിൽ ആമുഖമായി ഞാൻ കുറിച്ചത് വ്യത്യസ്തനായ ക്രിസ്തുരാജൻ, രാജാക്കന്മാരുടെ രാജാവായ യേശുവിന് തനതായ തത്വം, തനതായ പ്രവൃത്തി, തനതായ പ്രബോധനമുണ്ട്. ഇനി എന്നാണ്, ആരാണ്, എന്തിനാണ് ഈ തിരുനാൾ സ്ഥാപിച്ചത്? എനിക്ക് തോന്നുന്നു 1925 11-ാം പിയൂസ് പാപ്പയാണ് ഈ തിരുനാൾ സാർവത്രിക സഭയിൽ എല്ലാവരും കൊണ്ടാടാൻ പറഞ്ഞത്. അതിൻ്റെ ശതാബ്ദിയാണ് അടുത്ത വർഷം. അതും മനോഹരമായിരിക്കുന്നു. അപ്പം അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അതായത് ദൈവപുത്രനും ലോകരക്ഷകനുമായ യേശു ക്രിസ്തുവിനെ നമ്മുടെ മേലുള്ള പരമാധികാരം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുവാൻ കുടുംബത്തിലും സമൂഹത്തിലും ഇടവകകളിലും രൂപതകളിലും രാജ്യങ്ങളിലും പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തിരുനാൾ കൊണ്ടാടാൻ പറഞ്ഞത്. ഈ തിരുനാൾ എപ്പോഴാണ് വരുന്നത്? ആണ്ടുവട്ടം 33 ആഴ്ചകളുണ്ട്. യേശുവിൻ്റെ പ്രായം പോലെയാണ്. 33 ആണ്ടുവട്ടത്തിലെ ആഴ്ചകൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ സാർവത്രികമായി നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി ആ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് സത്യത്തിൻ്റെ രാജ്യമാണ്, നീതിയുടെ രാജ്യമാണ്, വിശുദ്ധിയുടെ രാജ്യമാണ്, കൃപാവരത്തിൻ്റെ രാജ്യമാണ്, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യമാണ്. വ്യത്യസ്തനായ നസ്രായൻ യേശുവിനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. അത് യേശുവിൻ്റെ ജനനം, ജീവിതം, മരണമൊക്കെ വ്യത്യസ്തമാണ്. ആരും പിറക്കാത്ത പുൽക്കൂട്. ഈശോ പിറന്നത് എവിടെയാ? ആരും പിറക്കാത്ത പുൽക്കൂട്. ഈശോ പ്രസംഗിച്ചതോ? ആരും കയറി പ്രസംഗിക്കാത്ത പത്രോസിൻ്റെ വഞ്ചി. ഈശോ വിജയശ്രീലാളിതനായി ജെറൂസലമിലേക്ക് പോയതോ? ആരും കയറാത്തൊരു കഴുത. ഈശോ പെസഹ ആചരിച്ചതോ? ആരും പെസഹ ആഘോഷിക്കാത്ത മറ്റൊരു വ്യക്തിയുടെ വിശാലമായ മാണികമുഖർ. യേശു മരിച്ചതോ? ആരും മരിക്കാത്തൊരു മരക്കുരിശിൽ. അവസാനം യേശുവിനെ അടക്കം ചെയ്തതോ? ആരെയും അടക്കം ചെയ്യപ്പെടാത്ത അരിമത്തക്കാരൻ ജോസഫിൻ്റെ കല്ലറ. ആ ക്രിസ്തുരാജൻ്റെ പ്രത്യേകത, അവനെപ്പോഴും മധ്യേ കടന്നു വരുമെന്നാണ്. പേര് തന്നെ നോക്കിയേ, പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മധ്യയല്ലേ? യൗസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും മധ്യയല്ലേ? യേശുവിൻ്റെ പഠനം എങ്ങനെയാണ്? എവിടെ എൻ്റെ നാമത്തിൽ 1-2 പേര് വീണു അവരുടെ മധ്യയാണ്. ആ ഈശോ മരിച്ചത് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ, 2 കള്ളന്മാരുടെ മധ്യേ. പിന്നീട് ഉദ്ധിതൻ കടന്നു വരുന്നതോ എമ്മാവുസിലേക്ക് പോകുന്ന 2 പേരുടെ മധ്യേ, വലയെറിയാൻ പോകുന്ന 7 പേരുടെ മധ്യേ, ഭയന്നിട്ടും ഒരുമിച്ച് കൂടിയ 11 പേരുടെ മധ്യേ. കൂട്ടായ്മയിലാണ് നമ്മുടെ ക്രിസ്തുരാജൻ കടന്നു വരുന്നത്. ഇനി ആ ക്രിസ്തുരാജൻ്റെ പ്രത്യേകത എന്താണ്? യേശുവിനെ പോലെ ആരും പറഞ്ഞിട്ടില്ല, ആരും അവരിന് വേണ്ടി സഹിച്ചിട്ടില്ല, ആരും ഇതുപോലെ സംസാരിച്ചിട്ടില്ല, ആത്മാവിനാൽ പ്രവർത്തിച്ചിട്ടില്ല, മരണത്തെ തോൽപ്പിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല, സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല, സ്വർഗത്തിൽ നിന്ന് വന്നിട്ടില്ല, ലോകത്തെ സ്വാധീനിച്ചിട്ടില്ല, ലോകചരിത്രത്തെ 2ആയിട്ട് മാറ്റിയിട്ടില്ല. വ്യത്യസ്തനായ ഈശോയാണ്. ആ ഈശോയുടെ പ്രത്യേകത അവൻ്റെ അധികാരമാണ്. എൻ്റെ അധികാരം ഭൗമികമല്ല, അലൗകികമാണെന്ന് പറഞ്ഞു 10 അധികാരമാണ് ക്രിസ്തുരാജനുള്ളത്. ആ ക്രിസ്തുരാജനെ നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനായി സ്വീകരിക്കുമ്പോൾ 10 അധികാരം, ക്രിസ്തുരാജൻ്റെ 10 അധികാരം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അറിഞ്ഞിരിക്കുന്നത് അനുചിതമായിരിക്കും. 1, ഗുണത്തിൻ്റെ മേൽ അധികാരം. കാനായിലെ കുടുംബത്തിൽ കടന്നു വന്നു, വെറും പച്ചവെള്ളത്തെ നിറവും മണവും രുചിയുള്ളതാക്കി മാറ്റി ആ കുടുംബത്തെ സംരക്ഷിച്ച സംരക്ഷണത്തിൻ്റെ അധികാരം, ഗുണത്തിൻ്റെ മേലുള്ള അധികാരം. ഇതാണ് കത്തോലിക്കാ സഭയിൽ വെഞ്ചരിപ്പ് കർമ്മത്തിൽ നമ്മൾ തുടരുന്നത്, ആശീർവാദ കർമ്മത്തിൽ തുടരുന്നത്. വീടിന് തറക്കല്ലിടുന്നതും കട്ടില വയ്ക്കുന്നതും ആശീർവദിക്കുന്നതും രൂപങ്ങൾ ആശീർവദിക്കുന്നതും എല്ലാം ഈ ക്രിസ്തുരാജൻ്റെ അധികാരത്താലാണ്. ഗുണം നൽകുന്ന, ഫലം നൽകുന്ന അധികാരം. 2, സമയത്തിൻ്റെ മേൽ അധികാരം. ലോകത്തിൽ ഒരുപാട് മതനേതാക്കന്മാരുണ്ടായിരുന്നു. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അമ്പലങ്ങൾ പൊളിക്കുന്നു, മോസ്കുകൾ പൊളിക്കുന്നു, പല വിധത്തിലുള്ള വഖഫ് കടന്നു വരുന്നു, ഇങ്ങനെ പലതും കടന്നു വരുന്നു. ആരെങ്കിലും പറഞ്ഞോ ഇനി BC എന്നും പറയാൻ പാടില്ല, AD എന്നും പറയാൻ പാടില്ല, അതിന് പകരം നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് വേണം, അല്ലെങ്കിൽ നബിയുടെ പേര് വേണം, കൃഷ്ണൻ്റെ പേര് പറയണം, AK എന്നും BK എന്നും പറയണം? ആരെങ്കിലും പറഞ്ഞില്ല, പറയാൻ പറ്റില്ല. കാരണം ഹിസ്റ്റോറിക്കൽ ജീസസ്,
ആ യേശുവിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉപനിഷത്തില്, വിശുദ്ധ ഖുറാനില്, ബൈബിളില്, അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാർ പണ്ടേ എഴുതി വച്ചിരിക്കുകയാണ്. ഇതുപോലെ ആരെക്കുറിച്ചും എഴുതിയിട്ടില്ല. ഇതുപോലെ യേശു ജനിച്ച് ജീവിച്ചു മരിച്ച് ഉദ്ധാനം ചെയ്ത സ്ഥലമില്ല. തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുമ്പോൾ തീർത്ഥാടനം വിശുദ്ധ നാടെന്ന് പറയുന്നത് പോലെ വേറെ ഒരു മതങ്ങൾക്കും ഇല്ല. അത്രയ്ക്ക് ഹിസ്റ്റോറിക്കൽ ജീസസ് ആണ് നമ്മുടേത്. ആ യേശുവിൻ്റെ ജനനവും മരണവും ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായിട്ട് തിരിച്ചു. ഒരു നിരീശ്വരവാദി, ദൈവമില്ലെന്ന് പറയുന്നവന് ചരിത്രം പറയണമെങ്കിൽ അവൻ അറിയാതെ BC എന്നും AD എന്നും പറയണ്ടേ? ഇപ്പോൾ സമയത്തിൻ്റെ മേൽ കടന്നു വരും. 38, 18, 12 വർഷം പഴകിയ രോഗത്തിലേക്ക് കടന്നു വരുന്ന സുഖപ്പെടുത്തുന്ന ക്രിസ്തുരാജൻ. 3, അകലങ്ങളുടെ മേൽ അധികാരം. ആ യേശുവിൻ്റെ വചനത്തിൻ്റെ അധികാരം. ആ വചനം പറയുന്നത് പോലെ ഭവിക്കും. ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ തമ്പുരാൻ കർത്താവിൻ്റെ പ്രിയപുത്രൻ പറയുന്നതെല്ലാം ഭവിക്കും. 3 സംഭവങ്ങൾ ബൈബിളിലുണ്ട്. ശതാധിപൻ്റെ ഭൃത്യൻ, രാജസേവകൻ്റെ മകൻ, കാനാൻകാരുടെ മകൾ. 3 അകലെയായിരുന്നു. പക്ഷെ അവരുടെ വിശ്വാസത്താൽ, വചനത്താൽ കർത്താവ് സുഖപ്പെടുത്തി. നമ്മുടെയും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ടല്ലേ മോനിക്കാമ്മ പറഞ്ഞത്, മോനെ ശവസംസ്കാരത്തിന് വന്നില്ലെങ്കിലും എൻ്റെ ശരീരം എവിടെ മറവ് ചെയ്താലും കുർബാന അർപ്പിക്കുമ്പോൾ എന്നെ ഓർക്കണേ. കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന, ഏറ്റവും വലിയ പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ കുടുംബത്തിലെ കുർബാനയാണ് സന്ധ്യാപ്രാർത്ഥന. ഇതൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അത് കർത്താവിൻ്റെ രാജൻ്റെ ശക്തിയാണ്. അടുത്തത് പാപത്തിൻ്റെ മേൽ അധികാരം. ഏതെങ്കിലും ചക്രവർത്തി പാപം മോചിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രപതിക്ക് പാപം മോചിക്കാൻ പറ്റുമോ? ഏതെങ്കിലും പ്രധാനമന്ത്രിക്ക് പാപം മോചിക്കാൻ പറ്റുമോ? കർത്താവിന് മാത്രമേ ഉള്ളൂ. ആ കർത്താവിൻ്റെ അഭിഷിക്തരായ വ്യക്തികൾക്ക് മാത്രമേ പാപം മോചിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ കട്ടിലോടെ തളർവാദ രോഗിയെ 4 പേർ ചേർന്ന് കൊണ്ടുവരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, കിടക്കയും എടുത്തുകൊണ്ട് നടന്നു പോവുക. ഇന്നും നമ്മൾ കയറേണ്ട സിക്കമൂർ മരമാണ് കുമ്പസാരക്കൂട്. ഇന്നും നമ്മൾ സമീപിക്കേണ്ട സിക്കാർ പട്ടണത്തിലെ യാക്കോബിൻ്റെ കിണറാണ് കുമ്പസാരക്കൂട്. അവിടെ ഈ പാവപ്പെട്ട വൈദികനിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുക. പാപത്തിൻ്റെ മേൽ അധികാരം. അടുത്ത ക്രിസ്തുരാജൻ്റെ അധികാരം പ്രകൃതിയുടെ മേൽ അധികാരം. ഏതെങ്കിലും രാജാവിന് കാറ്റിനെ ശാസിച്ച് ശാന്തമാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും രാജാവ് കടലിന് മുകളിലൂടെ നടന്നു പോയിട്ടുണ്ടോ? ഇതാ ക്രിസ്തുരാജൻ ശാന്തമാകുന്നു പറഞ്ഞ് ശാന്തമാക്കുന്നു, കടലിന് മുകളിൽ നടന്നു പോകുന്നു. അത് യേശുവിൻ്റെ അധികാരമാണ്. അടുത്തത് സമ്പത്തിൻ്റെ മേൽ അധികാരം. നമുക്കൊക്കെ സാമ്പത്തികമായി കടക്കണിയും മാന്യമൊക്കെ ഉള്ളപ്പോൾ ഓർക്കുക, 5 കൊണ്ട് 5000 പേർക്കും 12 കൊട്ട മിച്ചം വരുന്ന മെസ്സയാനിക് അഫ്ലുവൻസ്. 7 കൊണ്ട് 4000 പേര് 7 കൊട്ട വരുന്നു. ഒന്നുമില്ലാത്ത വലയിൽ 153 വലിയ മത്സ്യം നൽകുന്ന കർത്താവിൻ്റെ സമ്പത്തിൻ്റെ മേലുള്ള കർത്താവിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് നിസ്സാര ബാങ്കല്ല. ഒരുപാട് അനുഭവങ്ങളും പറയാൻ സാധിക്കും. ആത്മഹത്യ ചെയ്യണമെന്ന് പോലും കരുതിയ വ്യക്തികൾ തമ്പുരാൻ്റെ അടിയിൽ നിന്ന് അടുത്ത് നിന്ന് നിത്യാരാധന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ കോടികളുടെയൊക്കെ കടബാധ്യതകൾ കർത്താവ് പലരു വഴി തീർത്തു കൊടുത്ത അനുഭവ സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കും. കാരണം കർത്താവ് മത്തായി 11:28 പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുവിൻ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടോ? ഒരെണ്ണം പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയും ഈശോയുടെ അധികാരം വളരെ ജീവൻ്റെ മേൽ അധികാരം. ഏതെങ്കിലും രാജാക്കന്മാർ, ഏതെങ്കിലും വ്യക്തികൾ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചു. ചീഞ്ഞളിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ചു. ജൈറിസിൻ്റെ മകളെ ഉയർപ്പിച്ചു. വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ഈശോ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ജീവനും പുനരുദ്ധാരവുമാണ്. അതാണ് സഭയിലെ രോഗീലേപനം എന്ന് പറയുന്നത്. ആ രോഗീലേപനം വഴി കർത്താവ് ആയുസ് നീട്ടിത്തരികയാണ്. ഇനിയും കർത്താവിന് ദൗർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ദൗർഭാഗ്യം എന്ന് പറയുന്നത് ജന്മന അന്ധരായവർ, മുടന്തരായവർ, വൈകല്യമുള്ള വ്യക്തികളെയൊക്കെ കർത്താവ് സുഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും സെയ്റ്റൻ്റെ മേൽ പിശാചുക്കളെ ഒഴിപ്പിക്കുന്നത് എക്സോർസിസം, ഭൂതോച്ചാരണ പ്രാർത്ഥന. അപ്പോസ്തലന്മാരെ അഭിഷേകം ചെയ്തത് ഈ അധികാരത്താലാണ്. വചനം പ്രഘോഷിക്കുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ, രോഗസൗഖ്യം നൽകുവാൻ. അവരുടെ വചനപ്രഘോഷങ്ങളെ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ക്രിസ്തുരാജൻ സ്ഥിരീകരിച്ചുവെന്നും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനിയും ഈശോയുടെ പ്രത്യേകത വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെ, അപസ്മാര രോഗികളെയും സുഖപ്പെടുത്തി. ഇപ്പോൾ യേശുവിൻ്റെ 10 അധികാരം, ക്രിസ്തുരാജൻ്റെ 10 അധികാരം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിനെ എൻ്റെ കുടുംബത്തിൻ്റെ ഗുരുവും നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ ഗുണത്തിൻ്റെ മേൽ, സമയത്തിൻ്റെ മേൽ, ദൂരത്തിൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ,
മേൽ, പിശാചുക്കളുടെ മേൽ, ദൗർഭാഗ്യത്തിൻ്റെ മേൽ, ജീവൻ്റെ മേൽ, സമ്പത്തിൻ്റെ മേൽ, ശാരീരിക മാനസിക രോഗങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ് കർത്താവ് ഈശോ. ഇനിയും ക്രിസ്തുരാജനെ കുറിച്ച് ബൈബിൾ പറഞ്ഞ എന്താണ്? അവൻ അനുകമ്പ തോന്നി. ഏതെങ്കിലും രാജാവിന് അനുകമ്പ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ കേട്ടിട്ടില്ലേ? വെൻ റോം വാസ് ബേണിങ് നീറോ വാസ് ഫിഡിലിങ്. റോം കത്തിജ്വലിച്ചപ്പോൾ ഫിഡിൽ വായിക്കുന്ന ഒരു രാജാവിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വിശന്ന് വലഞ്ഞപ്പോഴും എന്താ പറയുക? ഇഫ് ദർ ഈസ് നോ കേക്ക് ഇഫ് ദർ ഈസ് നോ ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക് എന്ന്. അപ്പോൾ ഇല്ലെങ്കിൽ കേക്ക് കഴിക്കട്ടെ എന്ന് പറഞ്ഞ കിഴങ്ങനായിട്ടുള്ള രാജാവിനെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ബൈബിളിലേക്ക് പോകാം. യേശുവിൻ്റെ അനുകമ്പ 7 തലങ്ങളിലാണ്. 1, മുറിവേറ്റവരോട്. ഏതെങ്കിലും രാജാവ് മുറിവേറ്റവരെ കാണാറുണ്ടോ? മുറിവേറ്റ മഗ്ദലന മറിയം, മുറിവേറ്റ സമറിയാക്കാരി, മുറിവേറ്റ സക്കീവൂസ്, മുറിവേറ്റ തന്നോടൊപ്പം കിടക്കുന്ന കള്ളൻ. അതെ, ആ മുറിവുകൾ തിരുമുറിവുകളാക്കി കൊടുക്കുന്ന കർത്താവിൻ്റെ അനന്തമായ സ്നേഹം, അനുകമ്പ, ആ കമ്പാഷൻ ഓഫ് ക്രൈസ്റ്റ് ദ കിങ്. കർത്താവായ യേശുവിൻ്റെ, ക്രിസ്തുരാജൻ്റെ ആ മുറിവേറ്റവരുള്ള അനുകമ്പ. നീ തകർന്നവനാണോ മകനെ? തകർന്നവളാണ്, നീ എന്നെ രക്ഷിക്കുന്ന ഏകരക്ഷകനാണ് ഞാൻ. 2, വിശക്കുന്നവരോട് വലിയ സ്നേഹമാണ്. വിശക്കുന്നവരോട് വലിയ സ്നേഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രെഡിലെന്ന് പറഞ്ഞപ്പോൾ കേക്ക് തിന്നട്ടെ എന്ന് പറഞ്ഞ വട്ടനായ രാജാവ് ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ. എത്ര പേര് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്? ഇല്ല. അവർ തിന്നുകുടിച്ച് മതിക്കുമ്പോഴും ആരെയും അവർ ചിന്തിക്കാറില്ല. അപ്പോൾ ഓർക്ക് യേശുവിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചില്ല. അവർക്ക് യേശു പകുത്തു കൊടുത്തു. 5 അപ്പവും 2 മത്സ്യവും കൊണ്ട് ആശീർവദിച്ച് മുറിച്ചു കൊടുത്ത് 5000 പുരുഷന്മാർ തിന്ന് തൃപ്തരായി എന്ന് ബൈബിൾ വായിക്കുന്നു. അപ്പം ഈശോയ്ക്ക് വിശക്കുന്നവരോട് സ്നേഹം. ദൈവത്തിന് പ്രത്യേക സ്നേഹമാണ് വിശക്കുന്നവർക്ക്. ബൈബിളിൽ അത് കാണാൻ സാധിക്കും. ഏലിയായിക്ക് കാക്ക അപ്പം എത്തിച്ചു കൊടുക്കുന്നതും, സിംഹക്കുഴിയിൽ ഹബക്കക്ക് വഴി അപ്പം എത്തിച്ചു കൊടുക്കുന്നതും, അതുപോലെ തന്നെ വിണ്ണ് തുറന്ന് മന്ന കൊടുക്കുന്നതും, ഇതൊക്കെ വളരെ ശ്രദ്ധേയമാണ്. 2 വട്ടം മത്തായി 14, 15 വായിച്ചാൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. തിബേരിയസ് കടൽ തീരത്ത് ഒരമ്മയെപ്പോലെ കർത്താവ് തീയിലെ ചുട്ട പൊരിച്ച മീനുമായി കാത്തിരിക്കുന്ന ഒരു അമ്മയെ നമുക്കവിടെ കാണാൻ സാധിക്കും. കർത്താവിന്, ക്രിസ്തുരാജന് വിശക്കുന്നവരോട് വലിയ സ്നേഹം. ക്രിസ്തുരാജന് കരയുന്നവരോട് സ്നേഹം. കരയുന്നവരുടെ കണ്ണീരൊപ്പുന്നവനാണ് ക്രിസ്തുരാജൻ. ഏതെങ്കിലും രാജാവ് കരഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും രാജാവ് പ്രജകൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? ഒരു രാജാവുമില്ല. കരയാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുവരണം. ഇവൻറ്റ് മാനേജ്മെൻറ്റ് പോലത്തെ കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്നു. കരയാൻ വേണ്ടിയിട്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ചെയ്യിക്കുമായിരുന്നു. എന്നാൽ ഈശോ കരഞ്ഞു. ബൈബിളിലെ ചെറിയ വാചകം എന്താണ്? ഹീ വെപ്റ്റ്. അവൻ കരഞ്ഞു. യോഹന്നാൻ 11 ചെറിയ വാചകമാണ് ഹീ വെപ്റ്റ്. ഈശോ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന 4 ആണ്. ഈശോ ലാസറിൻ്റെ കുഴിമാടത്തിൽ കരഞ്ഞു. ജെറൂസലേമിനെ നോക്കി ഈശോ കരഞ്ഞു. ഗെത്സേമനിൽ ഈശോ കരഞ്ഞു. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ കരഞ്ഞു. ഇപ്പോൾ 4 റെക്കോർഡിങ്സാണ് ഉള്ളത്. കരയുന്നവരുടെ കണ്ണീരൊപ്പുന്ന ക്രിസ്തുരാജൻ. ഇനി ഈശോയ്ക്ക് തൊഴിലാളികളോട് വലിയ സ്നേഹമാണ് ക്രിസ്തുരാജൻ. തൊഴിലാളികളോട്. കാരണം 12 വയസ്സിന് ശേഷം 30 വയസ്സ് വരെ 18 വയസ്സ് വരെയും തച്ചൻ്റെ പണിയെടുത്ത തഴമ്പുള്ള കർത്താവിന് തൊഴിലാളികളുടെ വേദനവും അവരുടെ വേദനയും അവരുടെ വിയർപ്പും അതിൻ്റെ ഗന്ധവും അറിയാം. അതാണ് ആ ക്രിസ്തുരാജനാകുന്ന തച്ചൻ്റെ വലിയ ആ ഒരു അനുകമ്പ. ഇനി അമ്മമാരോടും കുഞ്ഞുങ്ങളോടും വലിയ സ്നേഹമാണ് ക്രിസ്തുരാജന്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൈവച്ച് അനുഗ്രഹിക്കുന്ന ക്രിസ്തുരാജനെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം തൻ്റെ അമ്മയുടെ വേദന അറിഞ്ഞു. അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ ഉണ്ടായ സമയം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും പ്രവാസിയായി കഴിഞ്ഞതും ഒക്കെ അറിയാം. ഒരമ്മയുടെ നൊമ്പരം അറിയുന്ന കർത്താവിന് അമ്മമാരോടും കുഞ്ഞുങ്ങളോടും വലിയ അനുകമ്പയാണ്. അവസാനമായി കടക്കണിയുള്ളവരോട്, കടബാധ്യതയുള്ളവരോട് 10,000 താലന്ത് ഇളവ് കൊടുക്കുന്ന സംഭവം മത്തായി 18 കാണാൻ സാധിക്കും. വീണ്ടും 7ാമതായിട്ട് മാർജിനലൈസ്ഡ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, വിധവകൾ, വ്യഭിചാരികൾ, ഇങ്ങനെയുള്ള എല്ലാവരോടും വലിയ അനുകമ്പയാണ്. ഇവിടെ 7 അച്ഛൻ പറഞ്ഞു. 1 മുറിവേറ്റവരോട്, 2 വിശക്കുന്നവരോട്, 3 കരയുന്നവരോട്, 4 കടക്കണിയുള്ളവരോട്, 5 അമ്മമാരും കുഞ്ഞുങ്ങളും, 6 തൊഴിലാളികൾ, 7 പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്. ഇനി ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. അപ്പോൾ ക്രിസ്തുരാജൻ്റെ തിരുനാളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കണമല്ലോ. അതിനുവേണ്ടി ഞാനൊരു മിഷണറി വൈദികൻ്റെ കൂടെ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒരു മിഷണറി യാത്ര ചെയ്യുകയാണ്. വിജനമായ സ്ഥലം, വലിയൊരു വനത്തിലൂടെ പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെ ഒരു വലിയ ബംഗ്ലാവ് കണ്ടു. എല്ലാം തുറന്നു കിടക്കുകയാണ്.
കൗതുകത്തോടെ ഉപദേശിയോടൊപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ സഖാവ് ലെനിൻ്റെ വലിയ എണ്ണച്ചായ പടം അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ സഖാവ് ലെനിന് വേണ്ടി എന്ത് ചെയ്യേണ്ടതായിരുന്നു, എന്തു ചെയ്തിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യാൻ വിചാരിക്കുന്നു. ഈ വാക്ക് കണ്ടപ്പോൾ മിഷണറിക്ക് മനസ്സിലായി ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്കല്ല, കടമെടുത്ത വാക്കാണ്. പണ്ട് ഇഗ്നേഷ്യസ് ലയോള യുദ്ധത്തിൽ മുറിവേറ്റ് കിടന്നപ്പോൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് തന്നോട് ചോദിച്ച 3 ചോദ്യമാണ്. ക്രിസ്ത്യാനിയായ ഞാൻ ക്രിസ്തുരാജന് വേണ്ടി എന്തു ചെയ്യേണ്ടതായിരുന്നു, എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യാൻ വിചാരിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം ക്രിസ്തുരാജൻ്റെ തിരുനാളിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. ഞാൻ ഇപ്പോൾ ശതാബ്ദി വരികയാണ്, 1925 ഈ ക്രിസ്തുരാജൻ്റെ തിരുനാൾ 11-ാം പിയൂസ് പാപ്പ അടുത്ത വർഷം ശതാബ്ദിയാണ്. അപ്പോൾ ഈ ശതാബ്ദിയിലേക്കുള്ള ഒരു പുറപ്പാടിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചോദിക്കണം, യേശു എനിക്കാരാണ്, ക്രിസ്തുരാജൻ എനിക്കാരാണ്. നമ്മളൊക്കെ പല പ്രസ്ഥാനത്തിൻ്റെ മുൻപിൽ നമ്മൾ മുദ്രാവാക്യം സമരത്തിന് പോകുന്ന ആൾക്കാരാണ്. മറിച്ച് നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ, നമ്മുടെയൊക്കെ ഇടവകയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് എന്തെല്ലാം മേഖലകളുണ്ട്. അത് വളരുവാനുള്ള സംവിധാനം കത്തോലിക്ക സഭ മേലധികാരികൾ ചെയ്യണം. നമുക്ക് തുടക്കത്തിൽ ക്രിസ്ത്യനുണ്ട്, അത് കഴിയുമ്പോൾ ജീസസ് യൂത്ത് ഉണ്ട്, അത് കഴിയുമ്പോൾ നമുക്ക് വിൻസെൻ്റ് പോളുണ്ട്. ഇങ്ങനെ പല പ്രസ്ഥാനങ്ങൾ പ്രായപരിധി അനുസരിച്ച് നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ മക്കൾ ഒരിക്കലും വഴിപിഴച്ചു പോകില്ല. അവരെയൊക്കെ വളർത്തണം. അതൊക്കെയാണ് സഭ ചെയ്യേണ്ടത്, മേലധികാരികൾ ചെയ്യണം. അല്ലാണ്ട് യുവാക്കളെ പേടിച്ച് അവരെ അകറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. ഇതും ക്രിസ്തുരാജൻ്റെ തിരുനാളിൽ സഭയ്ക്ക് നൽകുന്ന, അധികാരപ്പെട്ട വ്യക്തികൾക്ക് നൽകുന്ന വലിയ ഒരു വെല്ലുവിളിയാണ്. ചലഞ്ചായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കണം. ശതാബ്ദിയുടെ ഒരു ക്രിസ്തുരാജ ചലഞ്ചായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കണം. അവസാനമായിട്ട് ഞാൻ നിങ്ങളെ വത്തിക്കാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിൻ്റെ ചത്തുരം, ആ ഗ്രൗണ്ടിൽ ഗ്രാനൈറ്റ് കൊണ്ടുള്ള വലിയൊരു സ്തൂപം കാണാൻ സാധിക്കും. ആ സ്തൂപത്തിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ലത്തീൻ വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ക്രിസ്തുസ് വീഞ്ചിത്, ക്രൈസ്റ്റ് കോൺഗേറ്റ്സ്. ക്രിസ്തു വിജയിക്കുന്നു. ക്രിസ്തുസ് റേഞ്ഞാത്ത്, ക്രൈസ്റ്റ് റൂൾസ്, റെയിൻസ്. ക്രിസ്തു ഭരിക്കുന്നു. ക്രിസ്തുസ് ഇംപെരാത്ത്, ക്രൈസ്റ്റ് കമാൻഡ്സ്. ക്രൈസ്റ്റ് കൽപ്പിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നു. ഇത് ലത്തീൻ വാക്കിൽ ആ സ്തൂപത്തിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്ന വാക്കാണ്. അതിനാൽ നമുക്ക് ഈ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്രിസ്തു വിജയിക്കട്ടെ, ക്രിസ്തു ഭരിക്കട്ടെ, ക്രിസ്തു നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു ചെറിയൊരു പ്രാർത്ഥന. കാരുണ്യവനായ ഈശോയെ, ഈ നിമിഷത്തിൽ ക്രിസ്തുരാജനെക്കുറിച്ചുള്ള ഈ വചനവിചിന്തനം ശ്രവിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഗുണത്തിൻ്റെ മേൽ, സമയത്തിൻ്റെ മേൽ, ദൂരത്തിൻ്റെ മേൽ, ജീവൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ, പിശാചുക്കളുടെ മേൽ, ദൗർഭാഗ്യത്തിൻ്റെ മേൽ, സമ്പത്തിൻ്റെ മേൽ, ശാരീരിക മാനസിക രോഗങ്ങളുടെ മേൽ അധികാരമുള്ള ഈശോയെ, അവിടുത്തെ സത്യത്തിൻ്റെ, നീതിയുടെ, വിശുദ്ധിയുടെ, കൃപാവരത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ രാജ്യം ഞങ്ങളുടെ കുടുംബത്തിൽ സംസ്ഥാപിതമാകുവാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുരാജൻ വിജയിക്കട്ടെ. ആമേൻ. ക്രിസ്തുരാജൻ ഭരിക്കട്ടെ. ആമേൻ. ക്രിസ്തുരാജൻ നയിക്കട്ടെ. ആമേൻ.